പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുള്ള കമ്പനിക്കാണ് അനുമതി നൽകിയതെന്നും തെലങ്കാനയിലെ മുൻ സർക്കാരും കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മന്ത്രിസഭ അനുമതി നൽകിയ പദ്ധതി വിവാദമായതോടെ CPIക്ക് ആശങ്കയുണ്ട്. നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് മദ്യശാലയ്ക്ക് അനുമതി നൽകിയതിൽ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുമതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള കമ്പനിയാണിതെന്നും ചെന്നിത്തല ആരോപിച്ചു. നിങ്ങൾ ഇവരെ എങ്ങനെ തിരഞ്ഞെടുത്തു? സാർ, ഇറ്റ് ഈസ് ഫേവറേറ്റിസം, ഇറ്റ് ഈസ് നെപ്പോട്ടിസം, ഇറ്റ് ഈസ് എമൗണ്ട് കറപ്ഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ ഉത്പാദിപ്പിക്കുന്ന ജവാൻ മദ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ല. മഴനിഴൽ പ്രദേശത്ത് പദ്ധതി തുടങ്ങാൻ എന്ത് ശാസ്ത്രീയ പഠനം നടത്തിയാണ് അനുമതി നൽകിയതെന്നും ചെന്നിത്തല ചോദിച്ചു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നും ചെന്നിത്തല ചോദിച്ചു. മിസ്റ്റർ വൈദ്യുതി മന്ത്രി, അങ്ങ് ഒരു അക്ഷരം ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങ് ഇവിടെ പറയണം. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അങ്ങ് ഒരു വാചകം പറഞ്ഞോ? സഭയിലെ ആരോപണത്തിൽ ആരാണ് അഴിമതി നടത്തിയതെന്നതിലടക്കം വ്യക്തത വരുത്താതിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ് അനുമതിക്ക് വഴിവെച്ചതെന്ന് ആരോപിച്ചു. വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെന്റ്, ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴേ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനം വിവാദമായതോടെ CPIയിലും ആശങ്ക പരക്കുകയാണ്. പദ്ധതിയുടെ ജലദൂഷണത്തിലാണ് CPIക്ക് ആശങ്കയുള്ളത്. എല്ലാ വിവരങ്ങളും പുറത്തുവരട്ടെ, അതിനുശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് CPI നേതൃത്വത്തിലെ ധാരണ. 24 തിരുവനന്തപുരം.